ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നൗസ് ഓണിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏൻഷ്യൻ്റ് ഇന്ത്യ സീരീസാണ്. ആ സീരീസിലെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ എന്ന ഭാഗത്തിലെ രണ്ടാം ഭാഗമാണിത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഹു എസ്റ്റാബ്ലിഷ്ഡ് ദ 4 മൊണാസ്ട്രീസ് ശൃംഗേരി, ബദ്രിനാഥ്, ദ്വാരക ആൻഡ് പുരി? ശൃംഗേരി മഠം, ബദ്രിനാഥ്, ദ്വാരക ആൻഡ് പുരി, ഇവിടെയുള്ള മഠങ്ങൾ നിർമ്മിച്ചത് ആരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശങ്കരാചാര്യ, ആദി ശങ്കരാചാര്യരാണ് ഇവിടെയെല്ലാം മഠങ്ങൾ നിർമ്മിച്ചത്. അപ്പോൾ ആദി ശങ്കരാചാര്യർ ഒരു മലയാളിയാണ്. അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? കേരളത്തിലെ കാലടിയിലാണ് അദ്ദേഹം ജനിച്ചത്. അതിനുശേഷം അദ്ദേഹം സന്യാസം സ്വീകരിച്ച് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ച് അവിടെയെല്ലാം മഠങ്ങൾ സ്ഥാപിച്ചു. പ്രധാനപ്പെട്ട 4 മഠങ്ങളാണ് ശൃംഗേരി, ബദ്രിനാഥ്, ദ്വാരക, പുരി. നെയിം ദ മുസ്ലിം ഇൻവേഡർ ഹു ഡിസ്ട്രോയിഡ് നളന്ദ യൂണിവേഴ്സിറ്റി. അപ്പോൾ നളന്ദ സർവകലാശാല ആരാണ് തകർത്തത് എന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ബിൻ ബക്തിയാർ ഖിൽജി എന്നാണ്. പക്ഷേ നമ്മൾ അവിടെ പറഞ്ഞപ്പോൾ ബക്തിയാർ ഖിൽജി എന്ന് മാത്രമാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിമാണിത്, മുഹമ്മദ് ബിൻ ബക്തിയാർ ഖിൽജി. 1193 AD ഇങ്ങനെ സംഭവിച്ചത്. രാമചരിതമാനസ് ഇസ് ആൻ എപ്പിക് പോയം റിട്ടൺ ഇൻ വിച്ച് ലാംഗ്വേജ്? രാമചരിതമാനസം എന്ന കൃതി അത് എഴുതിയത് തുളസീദാസാണ്. അത് എഴുതിയത് ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്? അവധി എന്ന് പറയുന്ന ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അവധി ഭാഷ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ UP-യിലൊക്കെയുള്ള അവധ് എന്ന പ്രദേശത്തെ ഒരു ഭാഷയാണ് അവധി ഭാഷ. അത് 16-ാം നൂറ്റാണ്ടിലാണ് എഴുതപ്പെട്ടത്. ഓയിൽ പെയിൻറ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ഫോർ Buddhist paintings by Indian and Chinese painters in Western Lash sometime between the 5th and 10th centuries. അപ്പോൾ ഓയിൽ പെയിൻറ്റിങ്, ബുദ്ധിസ്റ്റ് പെയിൻറ്റിങ്സിന് വേണ്ടി ഇന്ത്യൻ ചൈനീസ് പെയിൻറ്റേഴ്സൊക്കെ ആദ്യമായി ഉപയോഗിച്ചത് എവിടെ വെച്ചാണ്? വെസ്റ്റേൺ അഫ്ഗാനിസ്ഥാൻ. അവിടെയാണ് ആദ്യമായി ഓയിൽ പെയിൻറ്റിങ് ഉപയോഗിച്ചതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെടുത്തത്. ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ആസ്ട്രോണമർ ടു കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ബൈ എർത്ത് ടു ഓർബിറ്റ് ദ സൺ? ഭൂമി സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയം ആദ്യമായി കണ്ടുപിടിച്ച ഇന്ത്യൻ ആസ്ട്രോണമർ ആരാ? ഭാസ്കരാചാര്യ എന്ന് പറയുന്ന ഇന്ത്യൻ ആസ്ട്രോണമറാണ് അത് കണ്ടുപിടിച്ചത്. ഒഡീഷാസ് വേൾഡ് ഫേമസ് കൊണാർക്ക് സൺ ടെമ്പിൾ വാസ് ബിൽറ്റ് ബൈ നരസിംഹദേവ, ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റി. ഒറീസയിലുള്ള പ്രശസ്തമായൊരു ക്ഷേത്രമാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം. അത് ബ്ലാക്ക് പഗോഡ, കറുത്ത പഗോഡ എന്നാണ് അറിയപ്പെടുന്നത്. അത് നിർമ്മിച്ചത് ആരാണ്? ഗംഗ രാജവംശത്തിലെ നരസിംഹദേവ എന്ന് പറയുന്ന രാജാവാണ്. വിച്ച് ഈസ്, ഇപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ കൊണാർക്ക് സൺ ടെമ്പിൾ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി യുനെസ്കോ അംഗീകരിച്ചതാണ്. അതുപോലെ വൈറ്റ് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? അതും ഒറീസയിൽ തന്നെയാണ്. അതേതാ? പുരി ജഗന്നാഥ ക്ഷേത്രം. പുരിയിലെ ജഗന്നാഥ ക്ഷേത്രമാണ് വൈറ്റ് പഗോഡ എന്നറിയപ്പെടുന്നത്. ബ്ലാക്ക് പഗോഡയോ കൊണാർക്ക് സൺ ടെമ്പിൾ, രണ്ടും എവിടെ തന്നെയാണ്? രണ്ടും ഒറീസയിൽ തന്നെയാണ്, ഒഡീഷയിൽ തന്നെയാണ്. വിച്ച് ഈസ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ്രാവിഡ സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ? വിമാൻ. ദ്രാവിഡ സ്റ്റൈൽ, ക്ഷേത്രങ്ങളിലെ ദ്രാവിഡ സ്റ്റൈൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? വിമാനം ഉണ്ടാവും, വിമാനങ്ങൾ. അതായത് വിമാൻ എന്ന് ഉദ്ദേശിച്ചത് ഈ ശ്രീകോവിലിന് മുകളിലായി ഇതുപോലെ ഒരു ഗോപുരം പോലെ ഉണ്ടാവും. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ബൃഹദീശ്വര ക്ഷേത്രമാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ളത് ദ്രാവിഡ സ്റ്റൈലിലുള്ള ക്ഷേത്രങ്ങൾക്ക് മാത്രമേ ഇങ്ങനെയുള്ളൂ. ഇതിന് ഉദാഹരണം വേറെയുണ്ട്. മധുര മീനാക്ഷി ക്ഷേത്രം, പിന്നെ കേരളത്തിലുള്ള തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, അതിനൊക്കെ മുകളിൽ ഇതുപോലെ ഒരു ഗോപുരം പോലത്തെ ഒരു സ്ട്രക്ചറുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ക്ഷേത്രങ്ങളെല്ലാം ദ്രാവിഡ സ്റ്റൈലിലാണ് പണിതിരിക്കുന്നത്, കാരണം വിമാൻ ഉണ്ടല്ലോ. ഹു ഇസ് ദ ഓഥർ ഓഫ് മേഘദൂത്? കാളിദാസ. ഇത് നമ്മൾ മുൻപേ ഉള്ള ഏതോ ഒരു വീഡിയോയിൽ നമ്മൾ ഏതോ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞപ്പോൾ ഞാനിത് പറഞ്ഞായിരുന്നു. അപ്പോൾ കാളിദാസ അദ്ദേഹം എഴുതിയതാണ് മേഘദൂത്. അദ്ദേഹം ആരുടെ കോർട്ടിലെ കോർട്ട് പോയിട്ടായിരുന്നു? ഏത് രാജാവിൻ്റെയാ? ചന്ദ്രഗുപ്ത II അല്ലെങ്കിൽ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സദസ്സിലെ പോയറ്റായിരുന്നു കാളിദാസ. വാട്ട് ഈസ് ദ മെഹ്റോളി പില്ലർ ഇൻ ദ കോംപ്ലക്സ് ഓഫ് കുത്തബ് മിനാർ പ്രൈമർലി ഫേമസ് ഫോർ? കുത്തബ് മിനാറിൻ്റെ ഫ്രണ്ടിലായി മെഹ്റോളി പില്ലർ എന്ന് പറയുന്ന ഒരു പില്ലറുണ്ട്. അത് എന്തിനാണ് ഫേമസ് ആയിട്ടുള്ളത്? എക്സലൻറ്റ് ക്വാളിറ്റി സ്റ്റീൽ. ഈ കാണുന്നതാണ് കുത്തബ് മിനാറിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു
അയൺ പില്ലർ. അപ്പോൾ അയൺ പില്ലർ എന്നറിയപ്പെടുമെങ്കിൽ ഒരു പ്രത്യേകതരം സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് നിർമ്മിച്ചിട്ട് ഇത്രയധികം നൂറ്റാണ്ടുകൾ കഴിഞ്ഞു അല്ലേ. ഇത്രയും നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും അതിന് ഒരു വിധത്തിലുള്ള കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. തുരുമ്പ് പിടിക്കുകയോ അങ്ങനെ ഒന്നും ഒരു ഡാമേജും കൊറോഷൻ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു പില്ലറാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വണ്ടറായിട്ടാണ് കണക്കാക്കുന്നത്. ഡ്യൂറിങ് ദ റെയിൻ ഓഫ് വിച്ച് ഡൈനാസ്റ്റി വാസ് ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന കൺസ്ട്രക്റ്റഡ്? ക്വിൻ ഡൈനാസ്റ്റി. ക്വിൻ ഡൈനാസ്റ്റിയുടെ കാലത്താണ് ചൈനയിൽ വൻമതിൽ പണി കഴിപ്പിക്കപ്പെട്ടത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ചൈനക്കാർ ആ ക്വിൻ ഡൈനാസ്റ്റി ഈ വൻമതിൽ പണി കഴിപ്പിച്ചത്? ചൈനയെ പുറത്തു നിന്നുള്ള നാടോടി ഗോത്രങ്ങൾ, ഇപ്പോൾ ഈ നമ്മുടെ മംഗോൾസ്, ഹൂൺസ് അങ്ങനെയൊക്കെയുള്ള നാടോടി ഗോത്രങ്ങളെ കൊണ്ട് ഈ നൊമാഡിക് ട്രൈബ്സ് അവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ചൈനയ്ക്ക് ചുറ്റുമായി ഈ വൻമതിൽ നിർമ്മിച്ചത്. ഇൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ കാളിബംഗൻ ഈസ് ഫേമസ് ഫോർ വാട്ട്? കാളിബംഗൻ എന്ന് പറയുന്ന സ്ഥലം എന്തിനായിരുന്നു ഫേമസ്? പോട്ടറിക്കായിരുന്നു ഫേമസ്. അപ്പോൾ കാളിബംഗൻ ഫേമസ് ആയിട്ടുള്ളത് പോട്ടറിക്ക്. ഇനി വേറെ ചില സ്ഥലങ്ങളുടെയും പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ധോളവീര. ധോളവീര ഫേമസ് ആയിട്ടുള്ളത് വാട്ടർ കൺസർവേഷൻ്റെ കാര്യത്തിലാണ്. അതുപോലെ മോഹൻജദാരോ. മോഹൻജദാരോയുടെ ആ പേരിൻ്റെ അർത്ഥം എന്താണ്? മൗണ്ട് ഓഫ് ഡെഡ് ആണ്. മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്നതാണ് മോഹൻജദാരോ. അതുപോലെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. ഈ നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഒരു സൈറ്റാണ് ഷാട്ടുഗായ്. അത് എവിടെയാണെന്ന് ഉള്ളൊരു ചോദ്യവും SSC മുൻപ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അത് അഫ്ഗാനിസ്ഥാനിലാണ്. ഷാട്ടുഗായ്, അഫ്ഗാനിസ്ഥാൻ. ഓൾ സോൾസ് ഡേ ഈസ് എ ഡാഷ് ഫെസ്റ്റിവൽ? ക്രിസ്ത്യൻ. അപ്പോൾ ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ് ഓൾ സോൾസ് ഡേ. വിച്ച് വേദ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് വേദത്രയി? അപ്പോൾ വേദങ്ങൾ ഏതൊക്കെയാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. പക്ഷേ അതിൽ 3 വേദങ്ങളെ നമ്മൾ പ്രധാനമായും ഇപ്പോൾ വേദ പണ്ഡിതന്മാരൊക്കെ പഠിക്കാറുള്ളൂ. അതുകൊണ്ടാണ് ആ 3 വേദത്രയി എന്നാണ് പറയുന്നത്. അത് ഋഗ്വേദം, യജുർവേദം, സാമവേദം, ഈ 3 വേദങ്ങൾ വേദത്രയി എന്ന് പറയും. പക്ഷേ അഥർവവേദത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തിയേക്കുക. അഥർവവേദമാണ് ഇതിൻ്റെ ഉത്തരം. വേദത്രയിൽ പെടാത്തത് അഥർവവേദം. അതായത് അഥർവവേദം കൂടുതലും മന്ത്രവാദവും മാജിക്കൽ ചാംസ് ആൻഡ് സ്പെൽസ് അതൊക്കെ ഉള്ളത്. അതുകൊണ്ട് പൊതുവെ സാധാരണ വേദ പണ്ഡിതന്മാരൊന്നും അഥർവവേദം പഠിക്കാറില്ല. അതൊരു ദുർമന്ത്രവാദം എന്ന രീതിയിൽ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എന്ന രീതിയിൽ കണക്കാക്കുന്നത് കൊണ്ട് തന്നെ അതിന് പലരും അങ്ങനെ പഠിക്കാറില്ല. വേദം പഠിക്കുന്നവർ പൊതുവെ 3 വേദങ്ങൾ, ആദ്യത്തെ 3 വേദങ്ങൾ മാത്രമേ പഠിക്കാറുള്ളൂ. അപൂർവം ചിലർ മാത്രമേ അഥർവവേദവും പഠിക്കാറുള്ളൂ. According to the categories of land mentioned in the Chola inscriptions, dash was known as the land donated to Jain institutions. ജൈനമത സ്ഥാപനങ്ങൾക്കായി ഡൊണേറ്റ് ചെയ്ത ലാൻഡ് ഏത് കാലഘട്ടത്തിൽ? ചോള കാലഘട്ടത്തിൽ. ആ സ്ഥലത്തിന് എന്ത് പേരിലാണ് അറിയപ്പെടുന്ന ആ സ്ഥലം? പള്ളിച്ചന്തം. പള്ളിച്ചന്തം എന്നാണ് അറിയപ്പെടുന്നത്. ഈ പള്ളി എന്ന വാക്ക് മലയാള ഭാഷയിലും അതെ, പള്ളി എന്നുള്ള വാക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അധികം ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ ജൈനമതവും ബുദ്ധമതവുമായിട്ടാണ്. നമ്മളിപ്പോൾ ഈ ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി എന്നൊക്കെ പറയുമെങ്കിലും പള്ളി എന്ന വാക്ക് ആദ്യമായി നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ജൈന ബുദ്ധ മതങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് കേരളത്തിലുള്ള പള്ളിപ്പുറം, പള്ളിക്കൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുടെ ആ സ്ഥലപ്പേര് അതിൽ പള്ളി വരാനുള്ള കാരണം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഏൻഷ്യൻ്റ് ഇന്ത്യയുടെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ പ്രധാനപ്പെട്ട ബുദ്ധമത കേന്ദ്രങ്ങളായിരുന്നു. ജൈനമത കേന്ദ്രങ്ങൾക്കും ഇത് ബാധകമാണ്. അപ്പോൾ ജൈന മതക്കാർക്ക് വേണ്ടി, ജൈനമത സ്ഥാപനങ്ങൾക്ക് വേണ്ടി ചോള രാജാക്കന്മാർ ഡൊണേറ്റ് ചെയ്ത ആ സ്ഥലത്തിന് അതിന് പറയുന്ന പേരെന്താണ്? പള്ളിച്ചന്തം എന്നാണ്. ഇതുപോലെ ഇനി വേറെയും സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾക്കും ഓരോരോ പേരുകളുണ്ട്. ലാൻഡ് ഓഫ് നോൺ ബ്രാഹ്മിൻ പെസൻറ്റ് പ്രൊപ്പറൈറ്റേഴ്സ്. ബ്രാഹ്മണരല്ലാത്ത പെസൻറ്റ് പ്രൊപ്പറൈറ്റേഴ്സിൻ്റെ സ്ഥലത്തിന് എന്ത് പേരാണ് പറഞ്ഞിരുന്നത്? വെള്ളാൻ വകൈ. വെള്ളാൻ വകൈ എന്നാണ് പറഞ്ഞിരുന്നത്. ഇനി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തിരുന്ന ഭൂമിക്കോ എന്ത് പേരാണ് പറഞ്ഞിരുന്നത്? ബ്രഹ്മദേയ. അന്നത്തെ കാലത്തൊക്കെ ഈ ബ്രാഹ്മണരെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. അപ്പോൾ രാജാക്കന്മാരൊക്കെ ബ്രാഹ്മണർക്ക് ഭൂമി കരമൊഴിവായി പതിച്ചു കൊടുക്കും. അത് ടാക്സ് ഫ്രീ ലാൻഡ് കൊടുക്കുമായിരുന്നു ദാനമായിട്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തിരുന്ന ഒരു ഭൂമിയുടെ പേര് ബ്രഹ്മദേയ. ബ്രാഹ്മണർക്ക് ഫ്രീ ആയിട്ട് കൊടുത്ത ഭൂമി, ഗിഫ്റ്റായിട്ട് കൊടുത്ത ഭൂമി എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നതെങ്കിലോ ദേവദാന, അല്ലെ, ദേവന് ദാനം ചെയ്തത്. ക്ഷേത്രത്തിൽ ദേവനാണല്ലോ ഉള്ളത്. ദേവന് ദാനം ചെയ്ത ഭൂമി എന്നുള്ള അർത്ഥത്തിൽ ദേവദാന. അപ്പോൾ ഇതും കൂടെ ഈ നമ്മുടെ പള്ളിച്ചന്തത്തിൻ്റെ കൂടെ ഈ 3
പേരുകൾ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. വെള്ളാൻ വകൈ, ബ്രഹ്മദേയ, ദേവദാന. ഇൻ വിച്ച് സിറ്റി ഓഫ് ഇന്ത്യ ഇസ് ധമേക് സ്തൂപ ലൊക്കേറ്റഡ്? വാരണാസി, UP. വാരണാസി എന്ന് പറഞ്ഞാൽ ബനാറസ് എന്നും അറിയപ്പെടും. പണ്ട് കാലത്തൊക്കെ കാശി എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് ധമേക് സ്തൂപ ഉള്ളത്, UPയിലാണ്. ഹൂ റോട്ട് ന്യായസൂത്ര? ന്യായസൂത്ര എഴുതിയത് ആരാണ്? ഗൗതമ മഹർഷിയാണ്. ഗൗതമ മഹർഷിയാൽ എഴുതപ്പെട്ടതാണ് ന്യായസൂത്ര. ബൃഹദീശ്വര ടെമ്പിൾ. ഇനി അടുത്തതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഇതിൽ ഞാൻ ഡയറക്റ്റായിട്ട് ആൻസർ കൊടുത്തിരിക്കുക. ബൃഹദീശ്വര ടെമ്പിൾ ഓരോന്നും അതിൻ്റെ സ്റ്റേറ്റ് ആണ്. ബൃഹദീശ്വര ടെമ്പിൾ ഇപ്പോൾ ഏത് സ്റ്റേറ്റിലാണ്? തമിഴ്നാടു. ദിൽവാര ടെമ്പിളോ? രാജസ്ഥാൻ. ലിംഗരാജ ടെമ്പിൾ ഒഡീഷ. ഹംപി ഗ്രൂപ്പ് മോണ്യുമെൻറ്റ്സ് കർണാടക. അപ്പോൾ ഇത് 4 നമ്മൾ ഓൾറെഡി പല വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. പക്ഷേ ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആയിട്ട് നമ്മൾ ഒറ്റ ഇതായിട്ട് കാണുന്നത് ഇപ്പോഴാണ്. വിച്ച് എംപറർ റോട്ട് ദ പ്ലേ നാഗാനന്ദ ഇൻ സാൻസ്ക്രിറ്റ് ലാംഗ്വേജ്? നാഗാനന്ദ എന്ന സംസ്കൃത നാടകം എഴുതിയത് ഏത് രാജാവാണ്? ഹർഷവർദ്ധന. നമ്മൾ ഹർഷവർദ്ധനയെ പറ്റി പറഞ്ഞപ്പോൾ അന്നേരമേ പറഞ്ഞായിരുന്നു അദ്ദേഹം ഒരു സംസ്കൃത പണ്ഡിതനൊക്കെ ആയിരുന്ന രാജാവാണ്. അപ്പോൾ അദ്ദേഹം ഒരു നിസ്സാരക്കാരനൊന്നുമല്ല, ഒരു സംസ്കൃതത്തിലൊരു നാടകം വരെ എഴുതിയിട്ടുണ്ട്. പേരെന്താ? നാഗാനന്ദ. ടാക്സില യൂണിവേഴ്സിറ്റി ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ വിച്ച് 2 rivers? ടാക്സില യൂണിവേഴ്സിറ്റി, തക്ഷശില സർവകലാശാല, അതിപ്പോൾ പാകിസ്ഥാനിലാണ്. അത് ഏത് നദികളുടെ ഇടയിലാണ്? ഇൻഡസ് ആൻഡ് ഝലം. സിന്ധു നദിയുടെയും ഝലം നദിയുടെയും ഇടയിലാണ് എന്നുള്ളത് തക്ഷശില യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഹൂ ഈസ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് ഗോഡ് ഓഫ് ഋഗ്വേദ? ഋഗ്വേദ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ദൈവം ആരായിരുന്നു? ഇന്ദ്രനായിരുന്നു പ്രധാന ദൈവം. അതുകൊണ്ടല്ലേ ഇപ്പോഴും ഇന്നത്തെ കാലത്തും ദേവന്മാരുടെ രാജാവായി കണക്കാക്കുന്നത് ആരെയാണ്? ഇന്ദ്രനെയാണ്. പക്ഷേ ഇന്ന് നമ്മൾ പ്രധാനമായി ആരാധിക്കുന്ന പ്രധാന ദൈവങ്ങൾ ത്രിമൂർത്തികളും പിന്നെ ദേവിയുമൊക്കെയാണ്. എങ്കിലും അന്നത്തെ കാലത്ത് ആ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത് ആർക്കാണ്? ഇന്ദ്രനാണ്. ദ ക്വീൻ വിത്ത് ദ ടൈറ്റിൽ ദിദ റൂൾഡ് ഓവർ വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ ബിറ്റ്വീൻ 980 and 1003? അപ്പോൾ ദിദ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു രാജ്ഞി 980-1003 കാലഘട്ടത്തിൽ ഭരിച്ചു. എവിടെയാണ് ഭരിച്ചത്? കാശ്മീറാണ് ഭരിച്ചത്. വിച്ച് ക്വീൻ ഓഫ് ദ കാകതീയ ഡൈനാസ്റ്റി റൂൾഡ് ഓവർ വാറങ്കൽ, പാർട്ട് ഓഫ് മോഡേൺ ആന്ധ്രാപ്രദേശ്? കാകതീയ വംശത്തിൽ വാറങ്കലിലുള്ള ഭരിച്ചിരുന്ന ഒരു മഹാറാണി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രുദ്രമാദേവി. അപ്പോൾ ഈ പേരിലൊരു തെലുങ്ക് സിനിമയൊക്കെ ഉണ്ട്. അത് പിന്നീട് മലയാളത്തിലേക്കൊക്കെ ഡബ് ചെയ്ത് വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ആ സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ അതിൽ ഈ കാകതീയ ഞാൻ അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലിങ്ങനെ കാകതീയ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതും കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ സെയിം കഥ തന്നെയാണോ അതോ ഇനി ഫിക്ഷൻ ചേർത്ത മറ്റൊരു കഥയാണോ എന്നറിയില്ല. എന്താണേലും നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓർത്തിരിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാകതീയ വംശം വാറങ്കൽ ഭരിച്ചിരുന്ന ആ ഒരു മഹാറാണിയുടെ പേര് രുദ്രമാദേവി എന്നാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഏൻഷ്യൻ്റ് ഇന്ത്യ സീരീസ് അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വാട്സാപ്പിലും മറ്റുമൊക്കെ ചോദിച്ചിരുന്നു ഇനി ഇതിന് ശേഷം ഏത് സീരീസാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് ഇതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷനായിട്ട് പോകണോ അതോ മറ്റ് മാത്സ്, ഫിസിക്സ് അങ്ങനെയൊക്കെയുള്ള ഒരു ടോപ്പിക്സ് വേണോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ കൂടുതൽ ആൾക്കാരും പറഞ്ഞത് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെ, അതായത് ഇപ്പോൾ ഏൻഷ്യൻ്റ് ഇന്ത്യ കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ മിഡീവൽ ഇന്ത്യ, അത് മതി എന്നാണ് കൂടുതൽ ആൾക്കാരും അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ആ അഭിപ്രായം മാനിച്ചുകൊണ്ട് നമ്മൾ ഇതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സീരീസ് മിഡീവൽ ഇന്ത്യയുടെ, അതായത് മധ്യകാല ഇന്ത്യയുടെ സീരീസ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.